ഹായ് ഹലോ എല്ലാവർക്കും ഏറ്റവും പുതിയ മൂവിയിലേക്ക് നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു ഹിന്ദി മൂവിയാണ്. 2024 തിയേറ്റർ റിലീസ് ചെയ്തിട്ട് OTT റിലീസ് ചെയ്ത ചിത്രമാണ് പ്യാർ ആയി ഹസീൻ ദിൽരൂബ എന്ന ചിത്രത്തിൻ്റെ പേര്. ഹസീൻ എന്ന് പറഞ്ഞ ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗമാണിത്. കാശി നോക്കിക്കഴിഞ്ഞാൽ തബസി പാനു, വിക്രാന്ത്, സണ്ണി തുടങ്ങിയ പ്രധാനമായും കാശിങ് എന്നിട്ടുള്ളത്. ജയപ്രദാദാണ് ഇതിൻ്റെ ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ ഫസ്റ്റ് പാർട്ട് എവിടെ കൊണ്ടാണ് സ്റ്റോപ്പ് ചെയ്ത് അതിൽ നിന്ന് കണ്ടിന്യൂഷൻ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇതിപ്പോൾ നമുക്കെല്ലാവരും ഫസ്റ്റ് പാർട്ടിൽ തൻ്റെ ഭർത്താവിനെ കൊന്ന് കാമുകൻ്റെ ഒപ്പം ഒളിച്ചോടുന്ന ഒരു നായയുടെ കഥയാണ് ഇതിൻ്റെ പ്രധാനമായി കണ്ടുപിടിച്ച് ശ്രമിക്കാൻ വേണ്ടി പോകുന്നത്. പ്രധാനമായിട്ടും ഹസീന എന്ന് പറയുന്ന ആ ഒരു പെണ്ണിൻ്റെ ഒരു പ്രണയം ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. കാരണം പ്രണയത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു കാമുകരും അതുപോലെ തന്നെ എന്തിനും കാമുവിന് സപ്പോർട്ട് നിൽക്കുന്ന ഒരു കാമുകയും അതുകൊണ്ട് ഇതിൻ്റെ കഥയായിട്ട് യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. ഫസ്റ്റ് പാർട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ചെയ്യുന്ന സസ്പെൻസോട് കൂടി തന്നെയാണ് അതിൻ്റെ എൻഡും അവസാനിക്കുന്നത്. അതിൽ നിന്നും തീർച്ചയായിട്ടും വ്യത്യസ്തമായിട്ട് ഹസീന എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ് തബസി പാനു അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഒരു ബ്യൂട്ടി ഷോപ്പാണ് അവർ നടത്തുന്നത്. അവിടെ മുന്നോട്ട് പോകുന്നു. അവിടെ ഇടയിലേക്ക് ഒരു കമ്പൗണ്ടറായിട്ടുള്ള വ്യക്തി കടന്നു വരുന്നുണ്ട്. ആ വ്യക്തിയായിട്ട് എന്താ പറയുക, അദ്ദേഹത്തിന് ഈ ഹസീന എന്ന് പറയുന്ന പെൺകുട്ടിയോട് പ്രണയം തോന്നുന്നു. പിന്നെ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു കൈ മാത്രം വെട്ടി മാറ്റിയിട്ടുള്ളതാണ് ഫസ്റ്റ് പാർട്ടിൽ കാണിച്ചിട്ടുള്ളത്. നമ്മുടെ ഇതിൽ ഹസീനയോട് പ്രണയിനി അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന് ആ വ്യക്തിക്ക്. അപ്പോൾ അത് അന്വേഷിച്ച് പോലീസുകാർ പിന്നീട് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോലീസുകാരും കണ്ടെത്തുന്നു. പിന്നെ രക്ഷപ്പെടുന്ന കാര്യങ്ങളൊക്കെയാണ് പ്യാർദി ആയ ഹസീന ദിൽരൂബ എന്ന് പറഞ്ഞ ഇതിൽ പറയാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. ഒരു പരിധിക്ക് അപ്പുറത്തും ഫസ്റ്റ് പാർട്ടിൻ്റെ ഒരു ക്യൂരിയോസിറ്റി സെക്കൻഡ് പാർട്ടിൽ കൊണ്ടു നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. കാരണം ഫസ്റ്റ് പാർട്ട് കണ്ടാൽ മാത്രമാണ് സെക്കൻഡ് പാർട്ട് എത്തുമ്പോൾ എന്താണ് എൻ്റെ സ്റ്റോറി ലൈൻ മനസ്സിലാവുള്ളൂ. അത്യാവശ്യം പശ്ചാത്തലമായിട്ട് വരുന്ന ഫ്രെയിംസ് കൊള്ളാമായിരുന്നു. നല്ല ക്വാളിറ്റി വൈസ് തന്നെ എടുത്ത് കാണിച്ചിട്ടുണ്ട്. പിന്നെ എടുത്ത് പറഞ്ഞ തബസി പാൻ എന്ന് പറയുന്ന അവരുടെ ഭംഗി തന്നെയാണ്. എഫ്റ്റിൽ ഗംഭീരമായിട്ടുള്ള ലുക്ക് തന്നെയാണ്. കാരണം എന്താ പറയുക, കോസ്റ്റ്യൂംസ് ആണെങ്കിലും അതുപോലെ തന്നെ അവരുടെ പ്രസൻസ് ആണെങ്കിലും എല്ലാം തന്നെ ഓക്കെ ലെവൽ തന്നെയായിരുന്നു. സപ്പോർട്ടായി നിന്നിട്ടുള്ള വിക്രാന്ത് ആണെങ്കിലും സണ്ണി മാസി ആണെങ്കിലും എല്ലാവരും മികച്ചൊരു പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത് ഓരോ വ്യക്തികളും. അങ്ങനെ ഈ പോലീസുകാരും തിരിച്ചറിയുന്നു ഈ ഹസീനോട് ഉണ്ടെന്ന് അന്വേഷണത്തിലൂടെ കണ്ടുപിടിക്കുന്നു. അവരെ അറസ്റ്റ് ചെയ്യുന്നു. പിന്നീട് എങ്ങനെയാണ് തൻ്റെ അനിയനെ കൊല്ലപ്പെട്ടതെന്നാണ് പോലീസുകാർ അന്വേഷിച്ച് പോകുന്നത്. അതിൻ്റെ ഇടയിലേക്ക് ഈ രണ്ട് വ്യക്തികളും പ്രണയത്തിലാവുന്നുണ്ട്. ഹസീന വീണ്ടും ഒരു കല്യാണം കഴിക്കുന്നു. അതും വേറൊരു ത്രില്ലിംഗ് ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. കാരണം ടിസ്റ്റിനെ വാരി വിതറി കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഒരു പരിധിക്ക് അപ്പുറത്തോട് വരുമ്പോൾ ഒരു നൂല് വിട്ട പട്ടം പോലെ മുന്നോട്ട് പോകുന്നു. അവസാനം വകുത്തുമ്പോൾ ഭയങ്കര ട്രാജഡിയോട് കൂടി അവസാനിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഒരു പക്ഷേ എനിക്കൊരു ആവറേജ് അനുഭവമായിട്ടാണ് തോന്നിയിട്ടുള്ളൂ. കാരണം ഇതിൻ്റെ തേർഡ് പാർട്ടിന് വേണ്ടിയിട്ടാണ് അവർ ശ്രമിച്ചിട്ടുള്ളത് കണ്ടപ്പോൾ എനിക്ക് എങ്ങനെയാണ് തോന്നി. കാരണം തേർഡ് പാർട്ട് എന്തായാലും ഉണ്ടാവും. കാരണം അതിലൂടെയാണ് ഇതിൻ്റെ എൻഡി കൊണ്ട് അവസാനിപ്പിച്ചത്. വീണ്ടും അന്വേഷണമാണ്. വീണ്ടും ഹസീന എത്രത്തോളം ഒളിച്ചോടുന്നോ അതിൻ്റെ പിന്നിലെ പോലീസുകാരും ഉണ്ടാവും അന്വേഷണമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ഇതിൻ്റെ തേർഡ് പാർട്ടിന് വേണ്ടിയിട്ട് സെക്കൻഡ് പാർട്ട് എടുത്തുള്ള അവസ്ഥ കണ്ടപ്പോൾ എനിക്ക് എങ്ങനെയാണ് തോന്നിയത്. എന്തായാലും നെറ്റ്ഫ്ലിക്സിൽ ലഭ്യമാണ്. കാണാത്തതുകൊണ്ടൊന്ന് കണ്ടു നോക്കുക. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എന്തായാലും പോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എന്നതിന് പരിഗണിക്കുക. അതായിരിക്കും ബൈ ഫ്രണ്ട്സ്.